പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ രഹസ്യ കത്ത് ചോർത്തി കോടതി രേഖയാക്കിയതിനെ ചൊല്ലി സിപിഐഎമ്മിൽ വലിയ വിവാദം. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെതിരെ ഗുരുതര ആരോപണവുമായി ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് അർഷാദ്. ജനറൽ സെക്രട്ടറിക്ക് അർഷാദ് നൽകിയ പരാതിയുടെ പകർപ്പ് ന്യൂസ് 18. അർഷാദ് നൽകിയ പരാതി ചോർന്നു പുറത്തായത് ലണ്ടൻ വ്യവസായി രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിലെ ഹർജിക്കൊപ്പം. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചകഴിഞ്ഞ് 3-ന്. മുഖ്യ കമ്മീഷണറും സഹ കമ്മീഷണർമാരും മാധ്യമങ്ങളോട് സംസാരിക്കും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് അധികാർ യാത്രയ്ക്കും ഇന്ന് തുടക്കം. തേജസ്വി യാദവും രാഹുലിനൊപ്പം. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ BJP ഇന്ന് തീരുമാനിക്കും. പാർലമെന്ററി ബോർഡ് യോഗം ചേരും. തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-ന്. മലപ്പുറം പരാമർശത്തിന് പിന്നാലെ ക്രൈസ്തവർക്ക് എതിരെ വെള്ളാപ്പള്ളി നടേശൻ. പാലായിൽ ക്രിസ്ത്യൻ ആധിപത്യമെന്ന് പരാമർശം. പാലായിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും ഈഴവ പ്രാതിനിധ്യം കുറവെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി. ജോസ് കെ മാണി സൂത്രക്കാരനെന്നും വിമർശനം. വെള്ളാപ്പള്ളി നടേശന്റെ പാലാ പരാമർശത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസും കത്തോലിക്ക കോൺഗ്രസും. സംഘപരിവാറിന്റെ നാവായി വെള്ളാപ്പള്ളി മാറിയെന്ന് VD സതീശൻ. വെള്ളാപ്പള്ളിയും CPM-ഉം സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. സ്വന്തം സമുദായ ആവശ്യങ്ങൾ പറയുമ്പോൾ മറ്റ് സമുദായങ്ങളെ അവഹേളിക്കരുത് എന്ന് കത്തോലിക്ക കോൺഗ്രസ്. BJP കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ അതൃപ്തി അറിയിച്ച് KS രാധാകൃഷ്ണൻ. തീവ്ര സമുദായ അംഗങ്ങളെ പാർട്ടി അവഗണിക്കുന്നു. വിമർശനം കുമ്മനം രാജശേഖരനെ വേദിയിൽ ഇരുത്തി. KS രാധാകൃഷ്ണന്റെ നേതൃത്വത്തിനെതിരെ രംഗത്തു വരുന്നത് BJP ഭാരവാഹി പട്ടിക സാമുദായിക സമവാക്യം തെറ്റിച്ചു എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി മുതൽ വയനാട് വരെ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. നിറപ്രതീക്ഷകളുമായി ചിങ്ങം പുലർന്നു. വസന്തകാല സമൃദ്ധിയുടെ സ്വപ്നങ്ങളിൽ മലയാളി. ഓണത്തിനും ഒരുക്കങ്ങളായി. കർഷക ദിനം ആചരിച്ചു കേരളം. ചിങ്ങപ്പുലരിയിൽ ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. കനത്ത മഴയ്ക്കിടയിലും ദർശനത്തിന് എത്തിയത് ആയിരക്കണക്കിന് ഭക്തർ. കക്കി, ആനത്തോട് ഡാമുകൾ തുറന്നതോടെ പമ്പയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യത. പമ്പാ സ്നാനത്തിന് നിയന്ത്രണം. ഹരീഷ് പോറ്റി ശബരിമല കീഴ്ശാന്തി. ഉഷപൂജയ്ക്ക് ശേഷം നടന്ന നറുക്കെടുപ്പിൽ ഹരീഷ് പോറ്റിയെ തെരഞ്ഞെടുത്തു. നറുക്കെടുത്തത് പുനലൂർ സ്വദേശി ദീക്ഷി. പാലക്കാട് വാളയാറിൽ വാഹനാപകടത്തിൽ 2 തമിഴ്നാട് സ്വദേശിനികൾ മരിച്ചു. അപകടം നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ച്. മരിച്ചവർ കൊച്ചിയിൽ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ചെന്നൈ സ്വദേശികളായ ലാവണ്യയും മലരും. ഇന്ത്യയുടെ അഭിമാനമായ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഡൽഹിയിൽ. സ്വീകരിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും. ഇന്ന് പ്രധാനമന്ത്രിയുമായി ശുഭാംശു കൂടിക്കാഴ്ച നടത്തിയേക്കും. ഇന്ത്യ-US വ്യാപാര കരാർ ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. 6ാം ഘട്ട ചർച്ചകൾക്ക് US പ്രതിനിധി സംഘം ഇന്ത്യയിലെത്തില്ല. ഈ മാസം 25-ന് നടക്കേണ്ട കൂടിക്കാഴ്ച മാറ്റിവെച്ചു. തീരുമാനം ഇന്ത്യക്ക് ട്രംപ് പിഴ തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ ആവശ്യത്തിൽ നിന്ന് പിന്നോക്കം പോയി ഡൊണാൾഡ് ട്രംപ്. സമാധാന ഉടമ്പടി എന്ന വ്ളാഡിമിർ പുടിന്റെ നിലപാടിന് വഴങ്ങി. കൂടുതൽ യുക്രൈനികൾ പ്രവശ്യകൾ വിട്ടു നൽകണമെന്ന ഉപാധി. സ്ഥിതി കൂടുതൽ വഷളമാകുകയാണ് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ട്രംപുമായി കൂടിക്കാഴ്ച നാളെ. സമാധാന കരാർ ചർച്ച ചെയ്യാൻ യൂറോപ്യൻ നേതാക്കളുടെ യോഗം ഇന്ന്. ഒമ്പത് മണി വാർത്തയിലേക്ക് വിശദമായി. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേടിലും കമ്മീഷന്റെ പ്രതികരണം ഉണ്ടാകും. ഇതേ വിഷയം ഉയർത്തി രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവും നയിക്കുന്ന
വോട്ട് അധികാര യാത്രയ്ക്കും ഇന്ന് ബീഹാറിൽ തുടക്കമാവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയാണ് വലിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളാണല്ലോ നടത്താറുള്ളത്. ഇതിപ്പോൾ അങ്ങനെയൊരു അജണ്ട മുന്നിലുണ്ടോ? എന്തായാലും മാധ്യമപ്രവർത്തകർ ഈ വോട്ട് ചോരി ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അതിനൊരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അതെ അഭിലാഷ്, സാധാരണഗതിയിൽ ഞായറാഴ്ച വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഞായറാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്താറുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ്. ഏത് സംസ്ഥാനമാണോ എങ്കിൽ അക്കാര്യം സൂചിപ്പിക്കാറുമുണ്ട്. ഏതായാലും ഇന്നലെ കമ്മീഷന്റെ പുറത്ത് വന്ന ഈ അറിയിപ്പിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല. ഏതായാലും കമ്മീഷൻ ഇന്ന് ഏതായാലും ഈ തീരുമാനം എടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനും ഒപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ കമ്മീഷന്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കാനും തന്നെയാണ്. പക്ഷേ യാദൃശ്ചികം എന്ന നിലയ്ക്കാകട്ടെ ഇന്ന് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് കൂടി ബീഹാറിൽ നിന്ന് തുടക്കമാവുകയും ചെയ്യുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. നേരത്തെ തന്നെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നതാണ്. ഹരിയാനയിലും വിജയം ഇത്തവണ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടിയിരുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ വലിയ ആരോപണങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഓഗസ്റ്റ് 7-ാം തീയതി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം ചില തെളിവുകളൊക്കെ നിരത്തിക്കൊണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 5 തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു, തട്ടിപ്പ് നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്. അത് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിന്റെ കാര്യങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ചില കണക്കുകളൊക്കെ തന്നെ നിരത്തിയത്. 1,02,000 വോട്ടുകൾ അവിടെ ഇത്തരത്തിൽ ക്രമക്കേടിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഗുരുതര ആരോപണം. അതിനുശേഷം കമ്മീഷൻ പലപ്പോഴായി നിരസിച്ചിട്ടുണ്ട്. ഫാക്ട് നടത്തി രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രതികരണത്തിന് കമ്മീഷൻ ഇതുവരെ തയ്യാറായിരുന്നില്ല. ഇന്ന് ഏതായാലും 17-ാം തീയതി ആകുമ്പോൾ 11 ദിവസം പിന്നിട്ടിരിക്കുന്നു. കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. 3 മണിക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും മറ്റ് കമ്മീഷണർമാരും പങ്കെടുക്കും. ഈ ആരോപണങ്ങൾക്ക് സ്വാഭാവികമായും കമ്മീഷന്റെ ഭാഗത്ത് മറുപടി ഉണ്ടാകും. ഏതായാലും ഇന്നലെ വൈകിട്ട് കമ്മീഷൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിൽ തന്നെ ചില പോയിന്റുകൾ കമ്മീഷൻ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പല തരത്തിലുള്ള പ്രക്രിയയിൽ കടന്നിലൂടെയാണ് ഒരു വോട്ടർ പട്ടിക കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ബൂത്ത് തലത്തിലടക്കം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. അങ്ങനെ ജില്ലാ തലത്തിലും സമാനമായ രീതിയിൽ ഇതിന്റെ പ്രക്രിയകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതിന്റെ കരട് പട്ടിക അത് ഡിജിറ്റലായും അല്ലാതെയും കരട് പട്ടിക ഒക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കൃത്യമായി പരിശോധിക്കാത്തതാണ് നിലവിൽ പ്രശ്നങ്ങൾക്ക് കാരണം. കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. അതാണ് എല്ലായ്പ്പോഴും നടന്നിട്ടുള്ളത് എന്നുകൂടി കമ്മീഷൻ വ്യക്തമാക്കിക്കൊണ്ട് ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. ഇന്നലെ ഏതായാലും ഈ പ്രസ്താവനയിൽ കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് കമ്മീഷനോട് ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുണ്ടാകും. എന്തായിരിക്കും ഈ വിമർശനങ്ങൾക്ക് കമ്മീഷൻ മറുപടി പറയുക എന്നുള്ളത് നിർണായകമാണ്. ഇതേ സമയം തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് യാത്രയ്ക്ക് ഏതായാലും തുടക്കമിടുന്നത്. 11:30 ബീഹാറിലെ സാസാറാമിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുക. ഏതായാലും 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര വിവിധ ജില്ലകളിലൂടെ കടന്നുപോയി ഏതാണ്ട് 1300 കിലോമീറ്റർ പിന്നിടുന്നുണ്ട്. അങ്ങനെ സെപ്റ്റംബർ 1 വരെയുള്ള ഒരു യാത്രയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രാകേഷ്, തീർച്ചയായും ഈ തവണ ഉയർത്തുന്ന വിഷയം എന്നത് ഈ വോട്ട് ചോരി എന്നത് തന്നെയാണ്. BJPക്ക് വേണ്ടിയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്ന സംശയം കൂടിയാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJP അധികാരത്തിലേറിയത് ഇത്തരം കള്ളവോട്ടുകൾ കൊണ്ടാണ് എന്ന ക്യാമ്പയിൻ നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനവും ഇതിൽ പ്രധാനപ്പെട്ടതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി പറയാൻ പോകുന്ന അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ ഭാഗമായി നടത്താൻ പോകുന്ന പലതിനും ആക്ഷേപങ്ങൾക്കുമുള്ള മറുപടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുണ്ടായാൽ അതും ഈ റാലിയുടെ ഭാഗമായി പ്രചാരണത്തിന്റെ ഭാഗമായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറില്ലേ? അതെ അഭിലാഷ്, കാരണം കമ്മീഷൻ എന്തു പറയുന്നു എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും ബീഹാറിലെ വിഷയത്തിൽ കമ്മീഷൻ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബീഹാറിൽ കോടതി കയറിയ വിഷയമാണ്. പലപ്പോഴായി കമ്മീഷൻ തന്നെ അക്കാര്യങ്ങൾ പലപ്പോഴായി വാർത്താക്കുറിപ്പിലൂടെ തന്നെ എന്തൊക്കെ നടപടികൾ ഇതുവരെ കൈക്കൊണ്ടു തുടങ്ങിയ കാര്യങ്ങൾ ബീഹാറിന്റെ കാര്യത്തിൽ പുറത്തുവിട്ടിരുന്നു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളും പലപ്പോഴായി തള്ളിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല, കർണാടക
മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ ആരോപണങ്ങൾ സത്യവാങ്മൂലം നൽകണം, ഉന്നയിച്ച വിഷയങ്ങളിൽ സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിന് തയ്യാറായിരുന്നില്ല. അതിനുള്ള അധികാരം കമ്മീഷനിലെ നടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും കമ്മീഷൻ എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും തെളിവുകൾ ഉണ്ടെന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മീഷൻ പറയുന്നതനുസരിച്ച് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടായേക്കാം, കൂടുതൽ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ, ചില തെളിവുകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിടാനും സാധ്യതയുണ്ട്. ഏതായാലും ഈ യാത്ര നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യത്തിൽ, ഇന്ന് യാത്ര ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഈ യാത്രയിലുടനീളം എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. ഇപ്പോൾ ഏതായാലും ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 65 ലക്ഷം പേരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. അതിൽ അങ്ങനെ വരുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ എന്നിവരെ ഒഴിവാക്കാനുള്ള നീക്കമാണ് നടത്തുന്നെന്ന ആരോപണമാണ് ഇന്ത്യ സഖ്യം ഏതായാലും ഉന്നയിക്കുന്നത്. റൈറ്റ്, ഇതാണ് സാഹചര്യം. പ്രത്യേകിച്ച് BJP അധികാരത്തിലേറിയത് ഇത്തരം വോട്ട് കൊള്ളയിലൂടെയാണ് എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനായി പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് ചേരുകയാണ്. സെപ്റ്റംബർ 9-ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദയ്ക്കും നേരത്തെ NDA കക്ഷികൾ അധികാരം നൽകിയിരുന്നു. ER രാഗേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിരവധി പേരുകളൊക്കെ നമ്മൾ കേട്ടതാണ്, പരിഗണനയിൽ എന്ന വിവരങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും BJPയുടെ തന്നെ ഒരു നേതാവ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തും, അങ്ങനെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അതെ അഭിലാഷ്, അങ്ങനെ തന്നെയായിരിക്കും. കാരണം സമീപകാലങ്ങളിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള തീരുമാനങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് BJPയോട് ചേർന്ന് നിൽക്കുന്നവർ അല്ലെങ്കിൽ നേരത്തെ ഗവർണർമാരായവരെയൊക്കെ തന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതാണ് പതിവ് രീതി കണ്ടുപോരുന്നത്. ഏതായാലും ഇന്ന് ആരാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന് അറിയാം. പ്രത്യേകിച്ച് 4 ദിവസം മാത്രമാണ് ഇനി പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത്. 21-ാം തീയതിയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇന്ന് 17-ാം തീയതി ആയിരിക്കുന്നു. നേരത്തെ തന്നെ NDA യോഗം ഈ വിഷയത്തിൽ ചേർന്നിരുന്നു. അന്ന് NDA യോഗത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ BJP അധ്യക്ഷനും ഒക്കെ തന്നെ നൽകിക്കൊണ്ടൊരു പ്രമേയം NDA സഖ്യകക്ഷികൾ പാസ്സാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ പാർലമെന്ററി ബോഡി യോഗത്തിൽ സ്വാഭാവികമായും ഒരു തീരുമാനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ BJP ആരായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന്, NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏതായാലും പാർലമെന്ററി ബോഡി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കും. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും മനസ്സിൽ ഒരാളുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് പാർലമെന്ററി ബോർഡ് അംഗീകാരം നൽകുകയും ചെയ്യും. ഏതായാലും നിലവിൽ പല പേരുകൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതിൽ JP നഡ്ഡയുടെ അടക്കം പേരുണ്ട്. പ്രത്യേകിച്ച് JP നഡ്ഡ നിലവിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തിന് BJP ദേശീയ അധ്യക്ഷനാണെങ്കിൽ പോലും കാലാവധി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നഡ്ഡ ആകും എന്ന ചില അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റൊരു പേര് മുക്താർ അബ്ബാസ് നഖ്വിയുടെ പേര് സജീവമായി പരിഗണനയിലുണ്ട്. കാരണം 1-ാം മോദി സർക്കാരിലും 2-ാം മോദി സർക്കാരിലും അദ്ദേഹം മന്ത്രിയായിരുന്നു, ന്യൂനപക്ഷകാര്യ മന്ത്രിയായിരുന്നു, പാർലമെന്ററി കാര്യ വകുപ്പൊക്കെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2016 മുതൽ 22 വരെ അദ്ദേഹം മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് നഖ്വി മാറുന്നത്. അന്നേ അഭ്യൂഹമുണ്ടായിരുന്നു നഖ്വി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നേക്കാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ജഗ്ദീപ് ധൻകറാണ്. ഇപ്പോഴും ഏതായാലും നഖ്വിയുടെ പേര് ചർച്ചകളുണ്ട്. മറ്റൊരു പേര് മനോജ് സിൻഹയുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. മനോജ് സിൻഹ നിലവിൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറാണ്. നേരത്തെ മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അങ്ങനെ പല പേരുകൾ പരിഗണനയിലുണ്ട്. ഏതായാലും ഇന്നത്തെ യോഗം നിർണായകമാണ്. സ്വാഭാവികം നേരത്തെ പറഞ്ഞതുപോലെ BJP നേതാക്കളുടെ, പ്രത്യേകിച്ച് മോദിയുടെ അടക്കം, പ്രധാനമന്ത്രിയുടെ അടക്കം മനസ്സിലൊരു പേരുണ്ട്. അതിനേതായാലും പാർലമെന്ററി ബോർഡ് അംഗീകാരം നൽകിക്കൊണ്ടുള്ള തീരുമാനം ഇന്നുണ്ടാകും. ഏതായാലും മുൻ വർഷത്തേത് പോലെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ 2 തവണയും ലോക്സഭ നോക്കുകയാണെങ്കിൽ BJPക്ക് കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സഖ്യകക്ഷികളെ ആശ്രയിച്ചാണ് ഭരണം. അതുകൊണ്ട് തന്നെ അവരെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്കായിരിക്കും BJP കടക്കുക. ഘടക കക്ഷികളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് BJP സ്വീകരിക്കുക എന്നുള്ളതാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ER രാഗേഷ് നൽകിയത്. വ്യാപാര കരാർ ചർച്ചകൾക്കായുള്ള US സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കി. ഈ മാസം 25-ന് നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. പുതിയ തീയതി എന്നാകും എന്ന് നിശ്ചയിച്ചിട്ടില്ല. US ചുമത്തിയ 50% അധിക തീരുവ 27 മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ ആണ് തീരുമാനം. വിവരങ്ങളുമായി
അജയ് സുധ ബിജു ആണ് ചേരുന്നത്. അജയ്, നേരത്തെ ഈ വ്യാപാര ചർച്ചകൾ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് വലിയ പ്രശംസനീയം എന്ന് ഇരു രാജ്യങ്ങളും വിലയിരുത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ട്രംപ് അധിക തീരുവ ചുമത്തിയത്. അതിൽ ഇന്ത്യക്ക് അടുത്ത പ്രതിഷേധത്തിൽ തന്നെ എന്നല്ലേ ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഈ വർഷം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US-ലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ച ശേഷമാണ് ഇന്ത്യക്കും US-നും ഇടയിൽ ഒരു വ്യാപാര കരാർ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ധാരണയാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ 5 തവണ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇവയിലൊന്നും തന്നെ ഒരു വ്യാപാര കരാർ രൂപപ്പെടുത്തി എടുക്കാൻ സാധിച്ചിരുന്നില്ല. പ്രധാനമായിട്ടും US മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് ഇന്ത്യക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ഇത്തരത്തിലൊരു വ്യാപാര കരാറിലേക്ക് എത്താൻ സാധിക്കാത്തത്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ കാർഷിക മേഖലയും ക്ഷീരമേഖലയും പിന്നെ മത്സ്യമേഖലയും ഒക്കെ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് വ്യാപാര കരാറിനായി തുറന്നു നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് US പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. ഇതിൻ്റെ ഭാഗമായി പിന്നീട് വിവിധ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യഘട്ടത്തിൽ 25% തീരുവയാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. പിന്നീട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ വീണ്ടും ഒരു 25% തീരുവ പ്രഖ്യാപിച്ചു. ആദ്യഘട്ട തീരുവ ഈ മാസം 7-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു. അടുത്ത ഘട്ട തീരുവ ഈ മാസം തന്നെ 27-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം. 25-ാം തീയതിയാണ് US സംഘം ഇന്ത്യയിലെത്തി ചർച്ച നടത്താനിരുന്നത്. 6-ാം ഘട്ട ചർച്ചകളാണ് പുരോഗമിക്കാനായി തീരുമാനിച്ചിരുന്നത്. 25-ാം തീയതി ഇന്ത്യയിലെത്തുന്ന സംഘം 29-ാം തീയതി വരെ ഇന്ത്യയിൽ തുടർന്ന് 6-ാം ഘട്ട ചർച്ചകൾ നടത്താനിരുന്നതാണ്. ഈ ഒരു ചർച്ചയായിരുന്നു ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത്. കാര്യം പ്രതീക്ഷയെന്ന് ഇതിനു മുൻപേ നമ്മൾ വിലയിരുത്തിയിരുന്നത്. കാര്യം ഈ 27-ാം തീയതി 25%, അടുത്ത 25% തീരുവ കൂടി പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഇന്ത്യക്ക് മൊത്തത്തിൽ അമേരിക്കയ്ക്ക് നൽകാനുള്ള തീരുവ എന്ന് പറയുന്നത് 50%-മായി ഉയരും. ഇപ്പോൾ തന്നെ ഇന്ത്യൻ വ്യാപാരികൾ അടക്കം വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ ഈ 50% തീരുവ വരുന്നതോടുകൂടി ഇന്ത്യയുടെ വ്യാപാര മേഖല അത് കടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് കടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യാപാര കരാറിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള വ്യാപാര വസ്തുക്കളുടെ കൈമാറ്റത്തിലാണെങ്കിലും അതിലൊരു ധാരണയിലേക്ക് എത്താൻ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ആ ഒരു പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അമേരിക്കൻ സംഘം 25-ാം തീയതി ഇന്ത്യയിലേക്ക് എത്തുന്നത് റദ്ദാക്കി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പുതിയ തീയതി എന്നാകും ഇനി അടുത്ത ഘട്ട ചർച്ചകൾ നടക്കുക, എന്നാകും അമേരിക്കൻ സംഘം ഇന്ത്യയിലേക്ക് വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നിലവിൽ വ്യക്തമായിട്ടില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇപ്പോൾ നിലവിൽ ഈ അമേരിക്കൻ സംഘത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ് റദ്ദാക്കാനുള്ള കാരണം എന്നുള്ളതും വ്യക്തമല്ല. എന്തായാലും ഇന്ത്യയും US-ഉം തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഭിലാഷ്, സൂചിപ്പിച്ച പോലെ വളരെ സുഗമമായി, അതായത് ധാരണയിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും വളരെ സുഗമമായി പ്രതീക്ഷയോടുകൂടി പോയി ആ വ്യാപാര കരാർ ചർച്ചകൾ ആണ് വഴിമുടങ്ങുന്നത്. അത് അമേരിക്കയുടെ അധിക തീരുവ പ്രഖ്യാപനത്തിന്മേലുള്ള ഇന്ത്യയുടെ അതൃപ്തിയുടെ കൂടി ഭാഗമായിട്ടാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് അജയ് നൽകിയത്. CPIM-ൽ പരാതി ചോർച്ച വിവാദം. ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോക്ക് നൽകിയ കത്താണ് കോടതി രേഖയായി പുറത്തുവന്നത്. കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാം എന്നാരോപിച്ച വ്യവസായി CPIM ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകി. ഷർഷാദിന്റെ പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ വിവാദ കത്ത് ഭാഗമായതോടെ പാർട്ടിക്ക് നൽകിയ രഹസ്യ കത്ത് എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്ന ചോദ്യം ആണ് ഉയരുന്നത്. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, സൂചിപ്പിക്കുന്ന പോലെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡി തന്നെയാണ് PB എന്നത്. PB-യിൽ നൽകുന്ന പരാതികൾക്ക് രഹസ്യ സ്വഭാവം ഉണ്ടാകും. സ്വാഭാവികമായും അത് ആ കാറ്റഗറിയിൽപ്പെട്ടവരിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നാണ്. അതാണിപ്പോൾ ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. ഈ ഗുരുതരമായ പിഴവ് അല്ലെങ്കിൽ ഈ ചോർച്ച അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഷർഷാദിന്റെ സംശയം. തീരുമാനങ്ങളെ കുറിച്ച് പറയുന്നത് ഇരുമ്പ് മറയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM. അങ്ങനെ പറയാൻ കാരണം ആ തീരുമാനങ്ങൾക്ക് അവരുടെ ചർച്ചകൾക്ക് അത്രയേറെ രഹസ്യാത്മകതയുണ്ട്. ആ മറയൊക്കെ പണ്ടേ പൊളിഞ്ഞു വീണതാണ്. എങ്കിൽ പോലും CPM-ൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകുന്ന ഒരു കത്ത് തീർച്ചയായും രഹസ്യരേഖ തന്നെയാണ്. ആ രേഖ
അല്ലെങ്കിൽ പരാതി വരുമ്പോൾ അത് പരിശോധിക്കാൻ കീഴ്ഘടകങ്ങൾക്ക് നൽകുന്നതും പതിവാണ്. അങ്ങനെ നൽകിയ ഒരു പരാതി പിന്നീട് CPM-ന്റെ ഒരു നേതാവിനെതിരെ നൽകിയ പരാതി പിന്നീട് അത് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു മാനനഷ്ട കേസ് വരുമ്പോൾ ഈ ഒരു പരാതി അതിന്റെ ഭാഗമല്ല എങ്കിൽ പോലും അവിടെ ഒരു സത്യവാങ്മൂലമായി തനിക്കെതിരെ നേരത്തെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഗൂഢാലോചനയുണ്ട്, അത് സ്ഥാപിക്കാനായി രാജേഷ് കൃഷ്ണ എന്ന CPM ബന്ധമുള്ള CPM-ന്റെ UK ഘടകത്തിന്റെ നേതാവ് കൂടിയാണ് രാജേഷ് കൃഷ്ണ. CPM-ന്റെ നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ നിറഞ്ഞു നിൽക്കുന്ന CPM സൈബർ സംഘങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് രാജേഷ് കൃഷ്ണ. രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിലാണ് ഈ ഒരു പാർട്ടി രേഖ കൂടി തെളിവായി മാറുന്നത്. ഈ മാനനഷ്ട കേസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ ലണ്ടനിൽ നിന്ന് പ്രതിനിധിയായി ഉൾപ്പെടുത്തിയിരുന്നു. ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ലണ്ടനിലെ പാർട്ടി ഘടകം പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയ്ക്കും സംസ്ഥാന നേതൃത്വത്തിനും നൽകിയിരുന്നു. അതൊക്കെ മറച്ചുവെച്ചുകൊണ്ട് നേരത്തെ ഇയാൾ പാർട്ടി കോൺഗ്രസിലൊക്കെ പ്രതിയാകാൻ ശ്രമിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലുമൊക്കെ പിന്നീട് ഈ മധുര എത്തുമ്പോൾ ഇങ്ങനെ ഒഴിവാക്കിയ ആൾ മധുരയിൽ പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായി. പാർട്ടി പ്രതിനിധി സമ്മേളനം തുടങ്ങുന്ന തലേ ദിവസം മധുരയിൽ ചേർന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു പരാതിയുള്ളയാളെ സമ്മേളന പ്രതിയാകുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ആ യോഗത്തിൽ ഉയർന്നു വന്നു. അങ്ങനെയാണ് രാജേഷ് കൃഷ്ണയെ സമ്മേളന ഹാളിലേക്ക് എത്തി തൊട്ടു മുമ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം അന്ന് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി രാജേഷ് കൃഷ്ണയെ അറിയിക്കുന്നത്. ആ വാർത്തയ്ക്കെതിരെയായിരുന്നു രാജേഷ് കൃഷ്ണ പിന്നീട് മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് ക്രിമിനൽ കേസുമായി ഡൽഹി ഹൈക്കോടതിയിൽ പോയത്. അവിടെയാണ് തന്റെ വാദങ്ങൾ സാധൂകരിക്കാൻ നേരത്തെ ഷർഷാദ് എന്ന വ്യവസായി, ചെന്നൈ സ്വദേശിയായ വ്യവസായി, തലശ്ശേരിക്കാരനാണ് അദ്ദേഹം നൽകിയ പരാതി, ആ പരാതി അതേപടി ഈ കോടതി രേഖകളിലായി മാറുകയായിരുന്നു. അതായത് പാർട്ടി വിശ്വസിച്ച് വളരെ രഹസ്യമായി ഈ വ്യവസായി നൽകിയ കത്ത് അത് എതിർ കക്ഷിക്ക് ലഭിക്കുന്നു. എതിർ കക്ഷിക്ക് തന്റെ വാദങ്ങൾ കോടതിയിൽ സാധൂകരിക്കാൻ സ്ഥാപിക്കാൻ ഉള്ള ആയുധമായി ഈ കത്ത് മാറുകയായിരുന്നു. അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അതിനെതിരെ ഈ 12-ാം തീയതിയാണ് ഇമെയിലിലൂടെ 12-ാം തീയതി 10:35 ടു MA ബേബി ടു MA ബേബി 54@gmail.com cc@cpm.org എന്നീ ഇമെയിൽ വിലാസങ്ങളിൽ ഷർഷാദ് ബി ഡിഫമേഷൻ സൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരാതി, താൻ പാർട്ടിക്ക് നൽകിയ പരാതി എങ്ങനെയാണ് ഇത്തരത്തിൽ തന്റെ എതിർകക്ഷിക്ക് താൻ ആർക്കെതിരെയാണോ പരാതി ഉന്നയിച്ചത് അയാൾക്ക് ചോർന്നു കിട്ടിയത്, ഇത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും സങ്കടമുണ്ടാക്കുന്ന കാര്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷർഷാദ് ഈ പരാതി പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് കൈമാറുന്നത്. അതിൽ ഒരു വരി വളരെ ഗൌരവമുള്ളതാണ്. അവിടെ ഇങ്ങനെയാണത്: ഫർദർമോർ ഐ സസ്പെക്ട് ദ പോസിബിൾ ഇൻവോൾവ്മെന്റ് ഓഫ് മിസ്റ്റർ ശ്യാം, സൺ ഓഫ് കോമ്രേഡ് MV Govindan in this matter. My concern arises from his reportedly close association with Mr. Rajesh Krishna, particularly in connection with financial dealings involving a well-known industries from Malabar, a matter which I understood was previously settled by Mr. Rajesh. അതായത് ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പൊളിറ്റ് ബ്യൂറോ അംഗം MV ഗോവിന്ദന്റെ മകൻ ശ്യാം വഴിയാണ് ഈ കത്ത് ചോർന്നതെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ്, സംശയമാണ് ഇവിടെ ഈ ഷർഷാദ് ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കോടതിയിൽ വന്ന രേഖകൾ അത്തരത്തിൽ കക്ഷികൾക്ക് ലഭിച്ചതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് 12-ാം തീയതി നൽകിയ കത്താണ് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയ്ക്ക് ജനറൽ സെക്രട്ടറിക്ക് നൽകിയ CC-ക്കും കേന്ദ്ര കമ്മിറ്റിക്കും ജനറൽ സെക്രട്ടറി കത്തിലാണ് MV ഗോവിന്ദന്റെ മകൻ ശ്യാമിനെതിരെ അതീവ ഗുരുതരമായ ആരോപണമുള്ളത്. സ്വാഭാവികമായും പാർട്ടി PB-ക്ക് ലഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി ലഭിക്കുന്ന പരാതികൾ ബന്ധപ്പെട്ട ഘടകങ്ങൾക്ക് അത് സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ച് വിവാദമായതുകൊണ്ട് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൈമാറും. അവിടെ നിന്ന് ഈ രേഖ എതിർകക്ഷിക്ക് രാജേഷ് കൃഷ്ണയ്ക്ക് ലഭിച്ചുവെന്ന അത്യന്തം ഗുരുതരമായ ആരോപണമാണ് ഈ കത്തിലൂടെ ഷർഷാദ് ഉന്നയിക്കുന്നത്. അതിൽ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയെ വിശ്വസിച്ച് പാർട്ടിക്ക് നൽകുന്ന ഒരു കത്ത്, ഒരു രേഖ, ഒരു പരാതി അത് കോടതിയിലെത്തുന്നു, അത് പിന്നീട് പൊതു മണ്ഡലത്തിലെത്തുന്നു. സ്വാഭാവികമായും കോടതിയിൽ ഈ മാനനഷ്ട കേസിൽ എതിർകക്ഷികളായ മാധ്യമങ്ങൾക്കൊക്കെ കോടതി നോട്ടീസ് അയച്ചു. അതിനൊപ്പം ഇതിന് രേഖകളും അവർക്ക് ലഭിച്ചു. അങ്ങനെ വരുമ്പോൾ ആ രേഖകൾ ഒരു പൊതുമണ്ഡലത്തിൽ പരസ്യമാകുന്നു. അതിനെതിരെയാണ് ഷർഷാദ്, അദ്ദേഹം താൻ പാർട്ടി അനുഭാവി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ പാർട്ടിയെ വിശ്വസിച്ച് നൽകിയ ഒരു കാര്യമാണ് ഈ കേസിലെ എവിഡൻസ് നമ്പർ 1 ഈ
പ്രൈവറ്റ് കംപ്ലയിന്റ് ലെറ്ററിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടത് അതെങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. CPM-നെ പിടിച്ചുകുലുക്കാൻ പോകുന്ന തരത്തിലുള്ള വലിയൊരു വിവാദമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ ശേഷം അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വരുന്നു. ഇവിടെ രാജേഷ് കൃഷ്ണയുമായി MV ഗോവിന്ദനുള്ള ബന്ധത്തെപ്പറ്റി അന്വേഷണം വേണമെന്ന ആവശ്യമൊക്കെ പല കോണുകളിൽ ഇതിനകം ഉയർന്നു കഴിഞ്ഞു. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ UK-യിൽ പോകുമ്പോൾ അവിടെ ആതിഥേയരായി മാറാറുള്ളത് രാജേഷ് കൃഷ്ണയാണ്. താൻ സ്വയം CPM എന്ന് പറഞ്ഞ് CPM-ന്റെ സൈബർ പോരാളിയായി കൂടി സാമൂഹ്യ മാധ്യമം നിറഞ്ഞു നിൽക്കുന്നയാളാണ് രാജേഷ് കൃഷ്ണ. അത്തരം ഒരാൾക്ക് പാർട്ടി സെക്രട്ടറിയും മകനുമായുള്ള ബന്ധം സ്വാഭാവികമായും അത്തരത്തിൽ വരാം. അതിനപ്പുറത്തേക്ക് ചില ബിസിനസ് ബന്ധങ്ങൾ കൂടി ഉണ്ട് എന്ന ഒരു വിമർശനം കൂടി കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ നേരത്തെ ഈ 2022 ഷർഷാദ് നൽകിയ CC നൽകിയ കത്തിലും അത്തരം വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കാവുന്ന ആരോപണങ്ങൾ കത്തിലുണ്ട്. അത് പുറത്തു വന്നാൽ പാർട്ടിക്കത് മോശമാക്കും, പാർട്ടിയുടെ പൊതുജനമധ്യത്തിൽ പാർട്ടിയെ അവഹേളിക്കുന്നതാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി അയാൾ കത്തിൽ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. അതിനൊടുവിലാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ മകനിലൂടെയാണോ ഈ കത്ത് ചോർന്നെന്ന സംശയം ഈ ഷർഷാദ് ജനറൽ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ഉന്നയിക്കുന്നത്. തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്ന പോലെ MV ഗോവിന്ദനൊപ്പം P ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് രാജേഷ് കൃഷ്ണ എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. സൂചിപ്പിച്ച പോലെ ലണ്ടനിലെ പാർട്ടിയുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ അവസാന നിമിഷമാണ് രാജേഷ് കൃഷ്ണയെ ഈ സമ്മേളനത്തിൽ നിന്ന് പാർട്ടി കോൺഗ്രസിൽ നിന്ന് പിൻവലിച്ചത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇവിടെ സ്വാഭാവികമായും ഷർഷാദ് ഉന്നയിക്കുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒന്നല്ലേ. കാരണം പാർട്ടിക്ക് നൽകുന്ന ഒരു പരാതി, ആ പരാതിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് നൽകുന്ന പരാതിയുടെ രഹസ്യ സ്വഭാവം തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അങ്ങനെ രഹസ്യ സ്വഭാവത്തോടു കൂടി നൽകുന്ന ഒരു കത്ത്, ആ കത്ത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതിപ്പോൾ ഒരു അന്യായം, അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിന് കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വാദം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രേഖയായി ഇത് ഹാജരാക്കുന്നു എന്നതാണല്ലോ. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നായി മാറില്ല. പാർട്ടിക്കകത്ത് തന്നെ ഇത് ആഭ്യന്തരമായി വലിയ വിമർശനങ്ങൾക്ക് ചേരിപ്പോരിന് വഴിയൊരുക്കുന്ന ഒന്നായി മാറില്ലേ? തീർച്ചയായും ഇതിനു മുമ്പ് തന്നെ CPM-ന്റെ നേതൃത്വങ്ങൾക്ക് മുമ്പിൽ ഈ പരാതി വിഷയമൊക്കെ സജീവമായി ഉള്ളതാണ്. രാജേഷ് കൃഷ്ണയ്ക്ക് നേതാക്കളുമായുള്ള ബന്ധം ഒരു പരിധിവിട്ട ബന്ധമെന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിവാദ കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ പാർട്ടിയുമായി ചേർത്ത് നിർത്തുന്ന ചോദ്യം ഉയർന്നു വന്ന അയാൾക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയുടെ UK ഘടകത്തിന് ലഭിച്ചത്. മാത്രമല്ല നേരത്തെയും ഇയാൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇയാളുടെ പങ്ക്, അതായത് നേരത്തെ നമുക്കറിയാം PV അൻവറിനെ ഉപയോഗിച്ച് CPM-ന്റെ ഒരു വിഭാഗം നടത്തിയ നീക്കമാണ് PV അൻവറിന്റെ പോകലിന് പോലും വഴിവെച്ചത് എന്ന ഒരു അത് പരസ്യമായ രഹസ്യമാണ്. അൻവർ തന്നെ ഒരു ഘട്ടത്തിൽ അത് തനിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയതുമാണ്. അതുമായി കൂടി ഒരുപക്ഷെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ആളാണ് രാജേഷ് കൃഷ്ണ എന്ന ചർച്ച CPM-ന്റെ അണിയറയിൽ വളരെ സജീവമായിരുന്നു. ഒരു വിഭാഗത്തിന്റെ ആളായി നിന്നുകൊണ്ട് CPM-ന്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ നീക്കം നടത്തിയെന്നൊക്കെ ഒരു ആരോപണം ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. അതിനൊക്കെ ആ രീതിയിൽ തെളിവുകളില്ല. പക്ഷേ അത്തരത്തിലൊരു ആളാണ് ഇപ്പോൾ ഈ പാർട്ടിയുടെ വളരെ രഹസ്യരേഖ അയാൾക്ക് ലഭിച്ചിരിക്കുന്നു. അതിന് കാരണം പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ഇയാൾക്കുള്ള ബന്ധമാണോ എന്ന സംശയമാണ് ഈ വ്യവസായി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം വിശ്വസിച്ചുകൊണ്ട് നൽകുന്ന ഒരു പാർട്ടി അനുഭാവി, അയാൾ വ്യവസായി ആണെങ്കിൽ പോലും പാർട്ടി അനുഭാവി എന്ന കത്ത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അയാൾ നൽകുന്ന ഒരു പരാതി എങ്ങനെയാണ് എതിർകക്ഷിക്ക് കോടതിയിൽ തെളിവായി ഹാജരാക്കാൻ, തന്റെ വാദങ്ങൾ സാധൂകരിക്കാൻ, തന്റെ ഭാഗം ജയിക്കാൻ ഉള്ള തെളിവായി ഹാജരാക്കാൻ കഴിഞ്ഞത്? അന്ന് അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ്, സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിന് പാർട്ടി സെക്രട്ടറി മകൻ ആരോപണമൊക്കെ സ്വാഭാവികമായും ഷർഷാദിന്റെ മാത്രം ഒരു ആരോപണമാകാം, പിന്നീട് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അത്തരമൊരു ആരോപണമുണ്ട്. അതിന് സ്വാഭാവികമായും CPM-ന്റെ കേന്ദ്ര നേതൃത്വവും CPM-ന്റെ സംസ്ഥാന നേതൃത്വവും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പാർട്ടിക്ക് നൽകിയ രേഖ കോടതിയിലെത്തുന്നു, അത് പൊതുജനമധ്യത്തിലെത്തുന്നു. അതിനെതിരെ പരാതി വീണ്ടും പാർട്ടി പൊളിറ്റ് ബ്യൂറോയ്ക്ക്. ശരി, അവിടെ അരുൺ ഈ സൂചിപ്പിക്കുന്ന പോലെ പാർട്ടിക്ക് നൽകിയ ഒരു പരാതിയാണ് ഇത് ഇപ്പോൾ പരസ്യമാകുന്നത്. അത് കോടതി രേഖയായി അല്ലെങ്കിൽ കോടതിക്ക് നൽകിയതിലൂടെയാണ് അത് പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും ഈ സ്വകാര്യ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ചില കോടതി നടപടികൾ നടക്കുന്നത് അടച്ചിട്ട കോടതി മുറികളിൽ ആണ്. അതിനപ്പുറത്തുള്ള കോടതി നടപടികൾ ഒന്നും തന്നെ രഹസ്യമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ തന്നെ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നതാണ്, അതിന് കോടതി അനുവദിക്കുന്നുമുണ്ട്. ഇതിപ്പോൾ ഒരു കോടതി രേഖയാകുമ്പോൾ അതൊരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇവിടെ ഒരു സ്വകാര്യ അന്യായത്തിൻ്റെ ഭാഗമാകേണ്ട കത്തല്ല ഇത്. ഇതിന് പ്രത്യക്ഷത്തിൽ ഒരു പങ്കുമില്ല എന്നതും വ്യക്തമാണല്ലോ. അതായത് ഇങ്ങനെ ഒരു മാനനഷ്ട കേസ് നൽകുമ്പോൾ അതിൽ
ഉൾപ്പെടുത്തേണ്ട ഒരു കത്തേ അല്ല എന്നുള്ളത് കൂടിയാണല്ലോ ഈ ഷർഷാദിൻ്റെ വാദം. അത് ന്യായമാകുന്ന ഒരു വാദമാണല്ലോ. പിന്നെ എന്തിനാണ് ഈ കത്ത്, അതും PBക്ക് നൽകിയ കത്ത് ഇങ്ങനെ ഒരു ഭാഗമാക്കുന്നത്? പല സാധ്യതകളുണ്ട്. ചിലപ്പോൾ അബദ്ധത്തിൽ ഭാഗമായതാകാം. അതല്ല എങ്കിൽ ഇത് ബോധപൂർവം തന്നെ പുറത്തുവിട്ടതാണോ എന്നതും സംശയിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിലെ ദുരൂഹത. കാരണം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ CPMന്റെ കമ്മിറ്റിക്ക് നൽകിയ ഒരു പരാതി, ഇയാൾ രാജകൃഷ്ണ മാനനഷ്ട കേസ് പോകുന്ന മാധ്യമങ്ങൾക്കെതിരെയാണ്. അതായത് പാർട്ടി കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന വാർത്ത തെറ്റാണ്, അതിനെതിരെയാണ് മാനനഷ്ട കേസ് പോകുന്നത്. അവിടെ എന്തിനാണ് ഇത്തരമൊരു പരാതി, നേരത്തെ ഈ വ്യവസായി നൽകിയ പരാതി ഇതിന്റെ ഭാഗമാക്കിയെന്ന ചോദ്യമാണ് ഏറ്റവും ദുരൂഹമായി തുടർന്ന്. എന്തിനതിൽ ഉൾക്കൊള്ളിച്ചു? പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യം അതിൽ ഉൾക്കൊള്ളിച്ചു തന്നെയാണ് ഏറ്റവും ദുരൂഹത ഉണർത്തുന്നത്. അതിന് പിന്നെ ഒരുപക്ഷെ CPMന്റെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ തന്നെയാകാം. എങ്കിൽ പോലും അത് ആർക്ക് അനുകൂലമാക്കാൻ, ആർക്ക് എതിരായി കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കമാണ്. ഇപ്പോൾ എന്തായാലും മുഹമ്മദ് ഷർഷാദ് ടെലിഫോൺ ലൈനിലുണ്ട്, പരാതി നൽകിയിട്ടുള്ള ആളാണ്. ശ്രീ ഷർഷാദ്, താങ്കൾ നൽകിയൊരു പരാതി കോടതി രേഖയായി മാറുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. താങ്കൾ ഏത് പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനെ ഒരു പരാതി PBക്ക് നൽകിയത്? ഹലോ ശ്രീ ഷർഷാദ്, കേൾക്കാമോ? കേൾക്കാം, പറയൂ. താങ്കൾ എന്ത് വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു PBക്ക് ഒരു പരാതി നൽകിയത്? അല്ല, PBക്ക് പരാതി നൽകിയത് ആദ്യം ഒരു 2022 കൊടുത്ത ഒരു പരാതിയുടെ കോപ്പി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് കൊടുത്തതെന്ന് മാത്രം. അതിന്റെ ഒറിജിനൽ ഡേറ്റ് വന്നിട്ട് 2022 ആണ്. അപ്പൊ അത് മലയാളത്തിൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത ലെറ്റർ ആയിരുന്നു. അത് PBക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കപ്പെട്ടു അന്ന് ആവശ്യപ്പെട്ട പ്രകാരം. കാരണം അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി വരുന്ന സമയത്ത് അത് എന്തുകൊണ്ട് തടയണമെന്നുള്ളത് ഇദ്ദേഹത്തിന്റെ UK-യിലുള്ള ആൾക്കാരടക്കം വിളിച്ച് ആവശ്യപ്പെട്ടായിരുന്നു എന്റെ അടുത്ത്. കാരണം ഇദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു അന്വേഷണം നിങ്ങൾ നടത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. അതായത് ശ്രീ ഈ രാജേഷ് കൃഷ്ണന് എതിരായ പരാതി താങ്കൾ 2022 നൽകിയതാണ്. കോടിയേരിയുള്ള സമയത്ത് നൽകിയതായിരുന്നു. ആ സമയത്ത് അത് വളരെ നല്ല രീതിയിൽ അറ്റൻഷൻ കിട്ടി. ഇദ്ദേഹത്തിന് പാർട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. പക്ഷെ കോടിയേരിന്റെ മരണത്തിന് ശേഷം മാഷിന്റെ ചില സാഹചര്യങ്ങൾ വെച്ചിട്ട് വീണ്ടും അടുത്തുകൂടി പല പാർട്ടിയുടെ പല പ്രോഗ്രാമുകളിലും കാര്യങ്ങൾക്കൊക്കെ വന്നു ചേരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് ഞാൻ ഈ മലയാളത്തിൽ കൊടുത്ത ലെറ്റർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് നിർബന്ധിതനായത്. അതായത് 2022 താങ്കൾ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുന്നു. ആ പരാതി നൽകുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി, അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ നടപടി ഉണ്ടായി. പക്ഷേ അതിനുശേഷം MV ഗോവിന്ദൻ ഈ ചുമതലയിലേക്ക് വന്നപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് എന്നല്ലേ താങ്കൾ പറയുന്നത്? അതെ 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 അതെ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു 2022 നൽകിയ കത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ താങ്കൾ PBക്ക് നൽകിയത്, അല്ലേ? അതെ അതെ അതെ. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നോ രാജേഷ് കൃഷ്ണനെ മാറ്റി നിർത്തിയത് എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. ഈ പരാതി അശോക് ദവാല എന്നുള്ള സഖാവിന് കൊടുത്തപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് വിളിച്ച് മധുരയിൽ വരാൻ പറഞ്ഞു. ഞാൻ മധുരയിൽ പാർട്ടി കോൺഗ്രസിന്റെ തലേദിവസം ഞാൻ അവിടെ എത്തി. അദ്ദേഹം എന്നെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ കത്ത് മാത്രമല്ല അതിനോട് ചേർന്ന് കുറച്ച് തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സാഹചര്യത്തിലാണ് അവനെ ഇമ്മീഡിയറ്റ് ആയിട്ട്, അല്ലാതെ നിങ്ങള് ഇതിപ്പം 24ാമത്തെ പാർട്ടി കോൺഗ്രസ് എന്തോ അല്ല ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ അതിൽ ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം കേട്ടിട്ടുണ്ടോ? ഒരു പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായിട്ട് വന്ന ആളെ പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്ന തലേ ദിവസം പറഞ്ഞുവിടാന്നുള്ളത് ഒരു പുത്തൻ കഥയല്ലത്. അപ്പൊ അത്രമാത്രം ആ കത്തിന്റെ അകത്ത് ഗൗരവമുള്ള വിഷയമുള്ളത് കൊണ്ടാണ് അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടത്. ഇത് ചോർന്നു എന്നതും അതിലേറെ ഗൗരവതരമല്ലേ? കാരണം താങ്കൾ ഒരു പാർട്ടിയെ വിശ്വസിച്ച, അതിന്റെ നേതൃത്വത്തെ വിശ്വസിച്ച് നൽകിയ കത്തല്ലേ? എനിക്കത്ര വലിയൊരു തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് തന്നെ ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മധുരയിൽ തന്നെ ആ കത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് തുടരന്വേഷണത്തിന് വേണ്ടി. അപ്പൊ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ലീക്കാവുക എന്നുള്ളത് വലിയൊരു വിഷയമല്ല അത്. പക്ഷേ പൊതുവെ ഒരു കത്തും പരാതിയും വരുമ്പോഴും അത് ആര് നൽകിയ കത്ത്, പരാതി എന്നത് അടക്കം പുറത്തേക്ക് പോകാറുണ്ടോ ഷർഷാദ്? അല്ല, അതിപ്പോ ഞാനിപ്പോ എന്താ അത് പറയാ. അത് മാത്രല്ല, പുള്ളി ചിലപ്പം അഡ്വക്കേറ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടി കൊടുത്ത കത്തായിരിക്കും. ആ അഡ്വക്കേറ്റ് എന്തിനാ അത് കോടതി രേഖയിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് നമുക്കറിയില്ല. അത് അഡ്വക്കേറ്റിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് എവിടെ നിന്ന് ആകാം ഈ വിവരങ്ങൾ പുറത്തേക്ക് പോയത് എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെ? അതായത് താങ്കൾ ഈ പറഞ്ഞല്ലോ, ഇത് ചിലപ്പോൾ അഡ്വക്കേറ്റ് മുഖേന പോയതാകാം. അത് സ്വാഭാവികമായും അഡ്വക്കേറ്റ് മുഖേനയാണ് എന്നത് വസ്തുതയാണ്. പക്ഷേ അഡ്വക്കേറ്റിന് ഇത് നൽകേണ്ട ഒരു പശ്ചാത്തലം എന്തായിരുന്നു?
അല്ല, അഡ്വക്കേറ്റിന് രാജേഷ് കൊടുത്തത് തന്നെയാണ്. രാജേഷിന് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചോദ്യം. അതായത് എം വി ഗോവിന്ദന് ആര് 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 കൊടുത്തു എന്നാണ്? അല്ല, രാജേഷിന്റെ അഡ്വക്കേറ്റിന് രാജേഷ് കൊടുത്തു കാണും. എന്റെ ചോദ്യം അതല്ല, രാജേഷിന്റെ കയ്യിൽ ഈ പേഴ്സണൽ പരാതി എങ്ങനെ കിട്ടി? അതാണ് ഞാനും ചോദിച്ചത്. അതെങ്ങനെ രാജേഷ് കൃഷ്ണയ്ക്ക് ലഭിച്ചു എന്നുള്ളതല്ലേ? അത് നമ്മുടെ സെക്രട്ടറിയുടെ മകന്റെ കോണ്ടാക്ട് നോക്കിയാൽ മതിയല്ലോ, നമുക്ക് കൂടുതലൊന്നും അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയില്ലല്ലോ. അതായത് എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം വഴിയാണ് ഇത് നൽകുന്നത് എന്നാണ്? അതെ 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 അതെ. അതെന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? അത് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ, നിങ്ങൾ ആ പരാതി വായിച്ചു നോക്കൂ, അതിനകത്ത് മനസ്സിലാവും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അതിപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ എനിക്ക് സമയമില്ല, ഒരുപാട് സമയം എടുക്കും. അല്ല, ഇവർക്കിടയിൽ വഴിവിട്ട ബന്ധങ്ങളാണോ ഉള്ളത് ശ്രീ ഷർഷാദ്? തീർച്ചയായും തീർച്ചയായും. അതിൽ സാമ്പത്തികമായ ഇടപാടുകളാണോ പ്രധാനം? അത് കൂടാതെ മറ്റു പലതും ഉണ്ട്. അത് നിങ്ങൾ ആ കത്ത് വായിക്കൂ, അപ്പൊ മനസ്സിലാക്കാം. ഓക്കെ, ആ കത്തിന്റെ ഉള്ളടക്കത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു അല്ലേ? തീർച്ചയായും. അല്ലാതെ ഞാൻ കൊടുത്ത കത്തിൽ പിന്നെ എനിക്ക് ഒളിഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. അതെ, പക്ഷേ ഇതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇനി താങ്കൾ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പൊ പേടിച്ചിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ അതിലൊന്നും അർത്ഥമില്ല. അങ്ങനെ ഒരു പേടിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ ഒരു പേടിക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഈ ഇത്രയും വലിയൊരു കത്ത് തുറന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ പാർട്ടിക്ക്. അതായത് അപ്പോൾ എം വി ഗോവിന്ദന്റെ മകൻ മുഖേനയാണ് ഇത് ചോർന്നത് എന്നതിൽ താങ്കൾ ഉറച്ച വിശ്വസിക്കുന്നു? അതെ അതെ അതെ. അതെന്തിനു വേണ്ടി കൂടി ആയിരിക്കാം? അതിന് മറ്റേതെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ ഇതിനപ്പുറത്ത്, ഈ രാജേഷിനെ സഹായിക്കുക എന്നതിനപ്പുറത്ത്? അല്ല, രാജേഷിന്റെ ഭീഷണിയാണ് കാര്യങ്ങൾ. രാജേഷിന്റെ ഭീഷണി തന്നെയാണ് കാര്യങ്ങൾ. അപ്പൊ ഭീഷണിക്ക് മുമ്പിൽ ഈ ശാന്ത്യത്തിന് വഴങ്ങേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അത് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകും. അതൊക്കെ എനിക്കറിയാം. അതിപ്പോ എനിക്ക് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതായത് ശ്യാം ഇത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഇടപാടുകളാണ് രാജേഷും ശ്യാമും തമ്മിൽ അല്ലെ? രാജേഷിന്റെ ഒക്കെ ഫേസ്ബുക്ക് എടുത്ത് നോക്കൂ. ശ്യാമിന്റെ അവരെ വർഷങ്ങളായിട്ടുള്ള അവരെ ഫാമിലി ബന്ധങ്ങളാണ്, അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ തന്നെ പലതും എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നോക്കാം, ഞാൻ തീർച്ചയായും പരിശോധിക്കാം. അതിനു മുമ്പ് ശ്രീ ഷർഷാദ്, അങ്ങനെയെങ്കിൽ എം വി ഗോവിന്ദൻ അല്ലേ ഈ സംരക്ഷണം ഒരുക്കുന്നത് എന്ന് പറയേണ്ടി വരികയല്ലേ? അല്ല, അതില് അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണോ അല്ലാതെയാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയല്ലാതെ എങ്ങനെയാണ് ഈ നേതൃത്വത്തിന് നൽകുന്ന ഒരു പരാതി പുറത്തേക്ക് പോകുന്നത്? താങ്കൾ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു ചുമതല വഹിച്ചിരുന്ന സമയത്ത് ഇതായിരുന്നില്ല പശ്ചാത്തലം, അതിനുശേഷം മാറി എന്ന് പറയുമ്പോൾ ഈ മകനു വേണ്ടി അല്ല എങ്കിൽ പിന്നെ എന്തിന് എം വി ഗോവിന്ദൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കണം? അതിനകത്ത് ഞാനെന്താ ഇപ്പൊ നിങ്ങളോട് അതിന് മറുപടി പറയാ? കാരണം അത് നമ്മൾ പറയുന്നതൊക്കെ പിന്നെ അധികം വളരെ എക്സ്ട്രീം ലെവലായി പോകും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് പറയാതിരിക്കേണ്ട സാഹചര്യം എന്താണുള്ളത്? ഇനിയിപ്പോൾ എന്തായാലും ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നില്ലേ ശ്രീ ഷർഷാദ്? അല്ല, അതിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് കത്തിലുണ്ട്. സാമ്പത്തിക ഇടപാടുകളുണ്ട്, മറ്റു പല ഇടപാടുകളുണ്ട്, സിനിമയായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പം എന്റെ തന്നെ അവസ്ഥ നിങ്ങൾ നോക്കൂ. എന്റെ കുടുംബവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ തകർക്കപ്പെട്ടത് ഈ കൂട്ടുകെട്ടാണല്ലോ. ഇപ്പൊ പുഴു എന്ന് പറയുന്ന സിനിമന്റെ അകത്ത് ഹവാല പണങ്ങൾ വന്നിട്ടില്ലേ? ഇതൊക്കെ ഞാൻ പരാതിയിൽ പറഞ്ഞതല്ലേ. ഈ ഹവാല പണത്തിനെ പറ്റിയൊക്കെ പുഴുവിന്റെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാ വന്നതെന്നൊക്കെ അന്വേഷണം നടത്തിയോ? ഇല്ലല്ലോ. അപ്പോൾ ഈ എം വി ഗോവിന്ദനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പോളിസികൾ അതേപടി സൂക്ഷിക്കുന്നു, അത്തരത്തിലുള്ള താത്വികമായ മറുപടികളൊക്കെയാണ് പലപ്പോഴും മാധ്യമപ്രവർത്തകരോടടക്കം എം വി ഗോവിന്ദൻ നൽകി കേട്ടിട്ടുള്ളത്. പക്ഷേ കുടുംബകാര്യത്തിലേക്ക് വരുമ്പോൾ, മകന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതൊന്നുമല്ല എം വി ഗോവിന്ദൻ എന്നാണോ താങ്കൾ പറയുന്നത്? അതന്നെയാണ്. അത് എല്ലാവർക്കും അവരെ ഞാനിപ്പം അവരുടെ കുടുംബം പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവരൊക്കെ കാരണം കുടുംബം തകർന്നു നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ അവരെ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അല്ല, അവരുടെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുകയല്ലല്ലോ ചെയ്യേണ്ടത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി ഇതല്ല എന്നൊക്കെ പറയുന്ന മറ്റെത്രയോ ആളുകൾ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മക്കളെ സഹായിച്ചതിനൊക്കെ വലിയ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് പാർട്ടിക്കകത്ത്. അതല്ലല്ലോ ഒരു പാർട്ടി ലൈൻ എന്നത് ശ്രീ ഷർഷാദ്. അല്ല, അതിപ്പം കോടിയേരി അത്രയും വർഷങ്ങൾക്ക് ശേഷം ചില പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. അല്ല, എന്റെ സംശയം ഇപ്പോൾ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളുണ്ടായി, ഇപ്പോൾ വൈദേകം റിസോർട്ടും ഒക്കെയായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ. അപ്പോൾ അതുപോലെ എന്തുകൊണ്ടായിരിക്കാം എം വി ഗോവിന്ദനോ മക്കൾക്കോ എം വി ഗോവിന്ദന്റെ സഹായമോ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്തത്? അതും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണല്ലോ ഷർഷാദ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം. അത്തരം ഇടപാടുകൾ ഉണ്ട്, അത് എം വി ഗോവിന്ദന്റെ അറിവോടെ എന്ന് തന്നെയാണോ താങ്കൾ ഉറപ്പിച്ചു പറയുന്നത്? അതെ, അറിവില്ലാതെ ഒന്നും ഒരിക്കലും ഇത്രയും വലിയ ഇഷ്യൂസ് ഒക്കെ നടന്നിട്ട് എങ്ങനെയാ അറിവില്ല എന്ന് പറയാം? അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല നിങ്ങളടുത്ത്, ഞാൻ
അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈ കഥകൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അന്ന് അദ്ദേഹം സെക്രട്ടറി ആയിട്ടില്ല, സെക്രട്ടറിയുടെ ഇതിലേക്ക് വന്നിട്ടില്ല അദ്ദേഹം. ഈ സെക്രട്ടറി ആയതിനു ശേഷം താങ്കൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ രാജേഷ് കൃഷ്ണന് എതിരെ നിൽക്കുന്നവരുടെ ഒരു സാഹചര്യം എന്താണ് ഷർഷാദ്? എങ്ങനെ? ഈ രാജേഷിന് എതിരെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. എതിരെ എന്ന് വെച്ചാൽ അത് രാജേഷിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്യുന്ന, വിമർശിക്കുന്ന, തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നവരോടുള്ള ഇപ്പോഴത്തെ പാർട്ടിയുടെ സമീപനവും എം.വി. ഗോവിന്ദന്റെ സമീപനവും എന്താണ്? അതെനിക്ക് അറിയില്ല എന്താണ് അദ്ദേഹത്തിന്റെ സമീപനം എന്നുള്ളത്. കാരണം ഞാനായിട്ട് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ, അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കൃത്യമായ സംരക്ഷണം രാജേഷിന് ഒരുക്കപ്പെടുന്നുണ്ട് അല്ലെ? ഒരു കാര്യം ഞാൻ പറയാം, കോടിയേരിയുള്ള സമയത്തൊക്കെ എനിക്ക് AKG സെന്ററിൽ പോയപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. ഈ ഇദ്ദേഹം സെക്രട്ടറി ആയ സമയത്ത് ഞാൻ 3 പ്രാവശ്യം അവിടെ പോയി. 3 പ്രാവശ്യവും ബിജു കണ്ടക്കോയി എന്ന് പറയുന്ന മറ്റേ അവിടുത്തെ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കൈ ആള് സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുകയാണ് ചെയ്തത്. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പിന്നെ ഞാൻ പോവാറുമില്ല അവിടെ. ശരി, അതായത് ശ്രീ ഷർഷാദ്, ഞാൻ ഷാർപ്പായി ചോദിക്കുന്നത്, താങ്കൾ ഈ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിക്ക് എതിരായ ആരോപണങ്ങൾ വരുമ്പോഴൊക്കെ കോടിയേരിയും അതിന് മറുപടി നൽകേണ്ട ബാധ്യതയുണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് തന്നെ അത്തരം ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ എം.വി. ഗോവിന്ദന്റെ മകന് ഈ മറ്റ് വഴിവിട്ട ബന്ധങ്ങളുണ്ട് എങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ. അത് ഗോവിന്ദന് ബാധകമല്ല, കോടിയേരിക്ക് ബാധകമാകുന്നു എന്നൊരു വൈരുദ്ധ്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ സാമ്പത്തിക ഇടപാട് മാത്രമാണോ ഉള്ളത് താങ്കളുടെ അഭിപ്രായത്തിൽ? മറ്റ് ഈ പുറത്തു പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് അത്രമേൽ ഗൗരവമായ മറ്റിടപാടുകൾ ഉണ്ട് എന്നാണോ പറയുന്നത്? അല്ല, നിങ്ങൾ എന്റെ സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കണം. എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം എന്റെ കണ്ണൂർ ജില്ലയിലാണ് എന്റെ വീട്. അപ്പൊ ആ ചുറ്റുപാടും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം നിങ്ങൾ. തീർച്ചയായും അതാണ് ശ്രീ ഷർഷാദ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു താങ്കളോട്. താങ്കൾ കണ്ണൂരിലാണ് എന്ന് എനിക്കറിയാം. നമ്മളിതൊക്കെ പറയുമ്പോൾ പോലും എന്താണ് സാഹചര്യം, പാർട്ടിക്ക് ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും, സമ്മർദ്ദത്തിലാഴ്ത്താൻ സാധിക്കും, സൈബർ ഇടങ്ങളിൽ പോലും എങ്ങനെയൊക്കെ വേട്ടയാടാൻ സാധിക്കുമെന്നൊക്കെ ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. സൈബർ ഇടങ്ങളിലൊക്കെ എന്നെ വേട്ടയാടപ്പെട്ടതാണ്. അതിലൊന്നും എനിക്ക് യാതൊരു പേടിയില്ല. കാരണം പോരാളി ഷാജിമാരൊക്കെ എന്നെ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. PV അൻവർ അടക്കം രാജേഷ് കൃഷ്ണക്ക് വേണ്ടിയിട്ട് എന്റെ കൂടി കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് PV അൻവറിന്റെ അവസ്ഥ എന്താണ്? PV അൻവർ എന്തൊക്കെ പോസ്റ്റുകൾ എനിക്കെതിരെ ഇട്ടിരുന്നു, പോരാളി ഷാജിമാർ എന്തൊക്കെ പോസ്റ്റുകൾ എനിക്കെതിരെ ഇട്ടിരുന്നു, എല്ലാ CPM-ന്റെ മറ്റ് സൈബർ പോരാളികളുടെ സൈറ്റുകളിലൊക്കെ എന്തൊക്കെ ഈ രാജേഷ് കൃഷ്ണക്ക് വേണ്ടിയിട്ടിരുന്നു. അവസാനം പാർട്ടി കോൺഗ്രസ് നിന്ന് പുറത്തായ സമയത്താണ് അവരൊക്കെ സത്യം മനസ്സിലാക്കുന്നത്. അതിലൊന്നും എനിക്ക് പാടില്ല. കാരണം നമുക്ക് സത്യങ്ങൾ ഒരു ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം പുറത്തു വരും. ശരി, അവിടെ ഈ പ്രബലർ ഉണ്ടാകാം ശ്രീ ഷർഷാദ്. എങ്കിലും ഈ താങ്കൾ പറഞ്ഞതുപോലെ മലയാളത്തിന്റെ പരിഭാഷ PBക്ക് അയച്ചു നൽകിയതിന് ശേഷം പാർട്ടി കോൺഗ്രസിൽ നിന്ന് രാജേഷ് കൃഷ്ണനെ മാറ്റി നിർത്തി. അത് MA ബേബി ഇടപെട്ടാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിൽ താങ്കൾക്ക് പ്രതീക്ഷയുണ്ട്? അതിലൊന്നും എനിക്ക് യാതൊരു സംശയവും ഇല്ല. ആയിരിക്കാം. അല്ല, എൻ്റെ ചോദ്യം എന്തായാലും M.V. ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇടപെടൽ എങ്ങനെയെന്നും നീക്കങ്ങൾ എന്തെന്നും താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തും പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ടല്ലോ. പ്രത്യേകിച്ച് മലയാളി കൂടിയാണല്ലോ ഇപ്പോൾ ജനറൽ സെക്രട്ടറി, MA ബേബി ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തെ പാർട്ടി അഡ്രസ്സ് ചെയ്യുമെന്നും പാർട്ടി തിരുത്തുമെന്നും. അല്ല, തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ പാർട്ടിയിലെ എന്താ പറയാ, നമ്മുടെ ഓർമ്മച്ച നാളെ മുതലേ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ്. പാർട്ടിയിലുള്ള വിശ്വാസം ഇന്നും ഈ നിമിഷവും എനിക്കുണ്ട്. ഞാൻ പാർട്ടിനെ ഒരിക്കലും പാർട്ടിയിലുള്ള ചില വ്യക്തികളെ ഞാൻ കുറ്റപ്പെടുത്തുന്നുള്ളൂ. പാർട്ടിനെ അടച്ച് ആക്ഷേപിക്കുന്നില്ല. പാർട്ടിന്റെ അകത്ത് ഇന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ബോധ്യമായ ആൾക്കാർ, സത്യങ്ങൾ ഇവർക്കും ആർക്കും ബോധ്യമായിട്ടില്ല, എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ബോധ്യമായ ആൾക്കാരും പോലും ചില ആൾക്കാർ അവരുടെ ചില സിറ്റുവേഷൻസ് കാരണം അവര് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു തരം പാർട്ടിയെ അടക്കി ഭരിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതല്ലേ? എങ്ങനെ? അതൊരു പാർട്ടിയിലെ ഏകാധിപത്യ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്വഭാവമോ പറയാൻ അറിയില്ല. ഞാൻ പാർട്ടിനെ അടക്കി ഞാൻ ആക്ഷേപിക്കുന്നില്ല. പാർട്ടിയിലുള്ള ചില വ്യക്തികൾ അത്രയേ പറയുന്നുള്ളൂ. അല്ല, ആ വ്യക്തികളെ തിരുത്താൻ പാർട്ടിക്ക് പറ്റുന്നില്ല എങ്കിൽ ആ വ്യക്തികൾ പാർട്ടിക്ക് മുകളിലാണ് എന്നല്ലേ അർത്ഥം? അല്ല, ആയിരിക്കും. അതൊക്കെ പാർട്ടി പരിശോധിക്കട്ടെ. നമ്മളിപ്പോ അതിലേക്കൊന്നും കിടക്കണ്ട. ഞാൻ അതിന് മാത്രമുള്ള ഒരാളൊന്നും ഇല്ലല്ലോ. എന്തായാലും പാർട്ടി തിരുത്തുമെന്നും പരിശോധിക്കുമെന്നും താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്?
തീർച്ചയായും ആ ഒരു പ്രതീക്ഷയുണ്ട്. ഈ കത്ത് പ്രത്യേകിച്ച് ഇപ്പം തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് മുമ്പിൽ എന്തായാലും പാർട്ടി ഇതൊക്കെ പരിശോധിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തള്ളി പറയാം. ഇതിലിപ്പോ രാജേഷ് കൃഷ്ണൻ എന്റെ ഒരു ആവശ്യം, ഞാനത് പറയാൻ മറന്നു. എന്റെ ഒരു ആവശ്യം ഗോവിന്ദൻ മാഷ മുമ്പിൽ ഞാൻ വെച്ചത് പാർട്ടി ഒരു പത്രസമ്മേളനം വിളിച്ച് ഇവനെ തള്ളി പറയണോ എന്നുള്ളതായിരുന്നു. കോടിയേരി അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് അസുഖം വന്ന് പിന്നെ വയ്യാതായത്. മാഷിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്, നിങ്ങൾ പ്രസ് മീറ്റ് വിളിച്ചത് പറയണം. ഇത്രയും പാർട്ടിയായിട്ട് ഇവന് ഒരു പത്രസമ്മേളനത്തിൽ തീരുന്ന വിഷയമുള്ളൂ. പിന്നെ പാർട്ടിയുടെ പേരിൽ അവനിക്ക് യാതൊരുവിധ കോണ്ടാക്ട്സും എവിടെയും ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്യാൻ തയ്യാറായില്ല. അത് മാത്രവുമല്ല, ഒരു പ്രതിനിധിയെ മാറ്റുമ്പോൾ അത് എന്തിനാ എന്ന് പറയാനുള്ള ഒരു സാമാന്യമായ ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ അല്ലെ? ഇല്ല, അത് ഇറക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റി ആയിരുന്നു, പോളിറ്റ് ബ്യൂറോ അല്ല. പോളിറ്റ് ബ്യൂറോ അത് സ്റ്റേറ്റ് കമ്മിറ്റിയോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്ലൈന്റ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ഫർദർ അന്വേഷണം നടത്തി നടപടി എടുക്കുക. പക്ഷെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതുപോലെയുള്ള ബന്ധമാണുള്ളത് അല്ലെ രാജേഷുമായി? അതെ. അത് ഈ ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ ബന്ധം വെച്ചുകൊണ്ട് ഇത്രയും നാളതിൽ മറ്റു പാർട്ടിക്കാരൊന്നും അനങ്ങിയില്ല എന്ന് പറയുന്നതും അത്ഭുതകരമല്ലേ ഷർഷാദ്? മറ്റു പാർട്ടിക്കാരോ? ആര്? അതായത് ഇപ്പോൾ എം വി ഗോവിന്ദനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമാണ്, അല്ലെങ്കിൽ ഏതാനും ചില നേതാക്കൾക്ക് മാത്രമാണ് ഈ രാജേഷുമായി ബന്ധമുള്ളത്. പാർട്ടിക്കകത്ത് സ്വാഭാവികമായും നിരവധിയായ ബോഡികളുണ്ടല്ലോ. ഇപ്പോൾ സംസ്ഥാന സമിതിയുണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, പോളിറ്റ് ബ്യൂറോ ഉണ്ട്, കേന്ദ്ര കമ്മിറ്റി ഉണ്ട്. ഇതൊക്കെ ഒരു സംഘടനാ സംവിധാനമാണല്ലോ. അവരൊന്നും മുമ്പിൽ ഇത് എത്തിക്കാണില്ല. ഇനിയിപ്പോ നിങ്ങളിപ്പോ ഇതൊക്കെ ഇന്ന കാലത്ത് മുതൽ കുറച്ച് സ്പ്രെഡ് ആയല്ലോ. ഇനി വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അത് എത്തിക്കാതിരുന്നതും ഈ എം വി ഗോവിന്ദൻ ആയിരിക്കുമോ? ആയിരിക്കാം. പക്ഷേ കോടിയേരിയുടെ കാര്യത്തിൽ വിഷയം ചർച്ച ചെയ്തതല്ലേ ഷർഷാദ്? ചർച്ച ചെയ്തതാണ്. ഇപ്പം സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ പവറുകൾ ഉണ്ടാവുമല്ലോ. ഇതൊന്നും അത്ര വലിയൊരു വിഷയമല്ലല്ലോ പാർട്ടിക്ക്. ഇപ്പം ചിലപ്പോൾ വലിയ വിഷയമായിരിക്കാം. അവര് ധരിച്ചു കാണും ഇതൊരു പരാതി, ഞാനൊരു അറിയപ്പെടാത്ത ഒരാള്, അപ്പം ഇവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ള ധാരണയായിരിക്കും. ഇപ്പൊ ഇന്ന് തന്നെ ഇത് ഇത്ര വഷളാവാൻ കാരണം എന്താ? അദ്ദേഹം അത് കൊണ്ടുപോയി കോടതി കൊടുത്ത് പബ്ലിക് ഡോക്യുമെന്റ് ആയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇതാരും അറിയാൻ പോകുന്നില്ലല്ലോ. ശരി, ഇതിലൊരു കാര്യം കൂടി എനിക്ക് സംശയമായി വരുന്നത്, ഇപ്പോൾ പാർട്ടി സംവിധാനത്തിൽ പിണറായി വിജയന് റോളൊന്നുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിലും പാർട്ടിയിൽ വലിയ സ്വാധീനവും ഒരു നിയന്ത്രണ ശക്തിയും ഒക്കെയാണല്ലോ പിണറായി വിജയൻ. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വിഷയം വന്നിരുന്നോ? പരാതി കൊടുത്തിട്ടുണ്ട്, DMന്റെ ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള ഒരു വില്ലൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ CMന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പുള്ളിയും ഇദ്ദേഹത്തിന്റെ വളരെ 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 ഷാമിനെക്കാട്ടിയും കൂടുതൽ അടുപ്പമുള്ള ആളാണ് ഇദ്ദേഹം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും രാജേഷ് കൃഷ്ണനുമായി അടുപ്പം എന്നാണോ? അതെ. വളരെ വളരെ ഇത് ഇപ്പം അവരുടെ ട്രസ്റ്റ് മുഖേന ഫണ്ട് വിതരണവും കാര്യങ്ങളും അങ്ങനെ പല ഇടപാടുണ്ട്. അത് കത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഈ സാമ്പത്തികമായ ഇടപാട് പ്രൈവറ്റ് സെക്രട്ടറിക്കും ഉണ്ടോ എന്നാണ് താങ്കൾ പറയുന്നത്? അതെ. അതുകൊണ്ടല്ലേ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ, കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ എന്നെ ആക്രമിച്ചിരുന്നു. എന്നെ കണ്ടപ്പോൾ പാർട്ടി കോൺഗ്രസ് വേദിയിൽ വെച്ചിട്ട്. അത് ഇന്നും FIR ഇല്ലാതെ ആ പെറ്റീഷൻ കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഞാൻ അവിടെ അന്വേഷിച്ചപ്പം എനിക്ക് മനസ്സിലായത് P ശശി വിളിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് അവിടെ അത് FIR ആവാൻ പാടില്ല എന്നല്ല. ആ ഇൻസ്പെക്ടർ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ്. P ശശിന്റെ ഓഫീസിന്റെ പ്രഷർ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് FIR ഇടാൻ പറ്റില്ല. ഞാനന്ന് ഇവൻ എന്റെ തല്ല് കൊണ്ടിട്ട് ഞാനന്ന് കണ്ണൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് മെഡിക്കൽ റിപ്പോർട്ട് അടക്കമാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ശ്രീ ഷർഷാദ്, എങ്കിലും ഇത് CM അറിയാതിരിക്കുമോ? അല്ല, അത് എനിക്ക് നിങ്ങൾ എന്നെ കൂടുതൽ ട്രാപ്പ് ചെയ്യല്ല കേട്ടോ. അല്ല, ഒരിക്കലുമല്ല. അങ്ങനെ താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഗൗരവമേറിയ വിഷയമാണ്. സ്വാഭാവികമായും താങ്കൾ തന്നെ പറഞ്ഞു പാർട്ടിയിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തപ്പെടണം. പാർട്ടിയാണ് വലുത് എന്നാണല്ലോ പൊതുവെ പറയുക. അതിലിപ്പോൾ പിണറായി എന്നോ ഗോവിന്ദൻ എന്നോ അല്ലെങ്കിൽ കോടിയേരി എന്നോ ഒന്നും നമ്മൾ കാണേണ്ടതില്ല. ആര് മറച്ചു വെച്ചാലും ആര് ഇതിനെ മുക്കാൻ ശ്രമിച്ചാലും അത് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എന്റെ സംശയം. താങ്കൾ ഈ പറഞ്ഞു CM അറിയോ ഇല്ലേ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ CMന്റെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. CMന് കൊടുക്കുന്ന പരാതി സ്വാഭാവികമായിട്ടും CMന്റെ ടേബിളിൽ എത്തേണ്ടതാണ്. അതെ, അതാണ് ശ്രീ ഷർഷാദ്. ഇപ്പോൾ താങ്കൾ ഈ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ KP അഭിലാഷ് എന്ന ഞാൻ ഇപ്പോൾ CMന് ഒരു ലെറ്റർ അയക്കുന്നു, അല്ലെങ്കിൽ CMന് ഒരു പരാതി നൽകുന്നു. ചിലപ്പോൾ അത് പരാതിയായി എത്തണമെന്നില്ല. പക്ഷേ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, അതല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്തയായി ഇടം പിടിക്കുന്ന വിഷയം, പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഒരു പ്രതിനിധിയെ മാറ്റി നിർത്തിയ വിഷയം, അതൊരു പരാതിയായി വരുമ്പോഴല്ല മുഖ്യമന്ത്രി അറിയുക. സ്വാഭാവികമായും മുഖ്യമന്ത്രി അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ആ സംശയം ഉന്നയിച്ചത്.
അല്ല, മുഖ്യമന്ത്രി അറിഞ്ഞു കാണില്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിയില്ല അതിലെന്താണ് അവരുടെ നിലപാട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം CM-ന്റെ ഓഫീസിൽ നമ്മളൊരു ഈ കൊറിയർക്ക് കൊടുത്ത ലെറ്ററിന്റെ കോപ്പി തന്നെയാണ് അവിടെയും പോയിരിക്കുന്നത്. അത് ഫിസിക്കലായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കലായിട്ട് ഞാൻ അവിടെ CMOയിൽ പോയി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മെയിലിൽ അയച്ചിട്ടുണ്ട്, അവരുടെ ഒഫീഷ്യൽ മെയിലുകളിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടില്ല എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കണ്ടു കാണും, പക്ഷെ അത് ശശിയുടെ കൺട്രോളിലായിരിക്കും, അത്രയേ ഉള്ളൂ. അതായത് മുഖ്യമന്ത്രിക്കും തിരുത്താൻ പറ്റുന്നുണ്ടാകില്ല അല്ലെ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ദിവസം എത്രമാത്രം ഫയലുകളും കാര്യങ്ങളും വരുന്നത്, അതിനകത്ത് ഇതൊന്നും വലിയൊരു കേസല്ലല്ലോ അവർക്ക്. ഒരു വിഷയം ആവുമ്പോഴല്ല അത് ചെവിയിലെത്തുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു ആയിരക്കണക്കിന് പരാതി. അല്ല, ഞാൻ സൂചിപ്പിച്ചത് സർക്കാർ സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യമല്ല, അതിനപ്പുറത്ത് പാർട്ടിയുടെ മുൻ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ഒരു പിണറായി വിജയൻ ഉണ്ടല്ലോ. മുൻ സെക്രട്ടറി ഉള്ള സമയത്ത് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തിട്ട് ഇത് ഇവനെ മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ കോടിയേരിയുമായി നമുക്കറിയാം പിണറായി വിജയൻ അത്രമേൽ നല്ല ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുമ്പോഴും ഈ പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ചും പാർട്ടി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാവുന്നത് കൊണ്ട് അവിടെ നിന്നെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായോ, അല്ലെങ്കിൽ അതും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന സംശയമാണ് ഞാൻ ചോദിച്ചത്. അതിപ്പോ കൂടുതൽ എനിക്ക് പറയാൻ എനിക്ക് സമയം ഒരു പ്രോഗ്രാമിന് ഇറങ്ങുകയാണ്. ശരി ശരി. അപ്പം അതിന്റെ ഒരു ഫംഗ്ഷന് പോവാണ്. അപ്പൊ എന്തായാലും താങ്കൾ മുന്നോട്ട് തന്നെയാണല്ലേ? അതെ 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 അതെ. ശരി. നമ്മളിപ്പോ തുടങ്ങി വെച്ചത് നമ്മളൊരു സ്ഥലത്തെത്താതെ നമ്മൾ പിന്മാറാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ രാജേഷ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ എന്തായാലും അതിന് പുറകോട്ടുള്ള വിഷയമില്ല. അതിലിപ്പോ മാക്സിമം ഇവരിപ്പോ എന്താ ചെയ്യാ, ഒരാളെ ചിലപ്പം കൊല്ലുമായിരിക്കും. അതിന്റെ അപ്പുറം ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാനിപ്പോ അതിലൊന്നും പേടിക്കുന്ന ആളല്ല. കാരണം നമ്മളെ കുടുംബവും പ്രശ്നങ്ങളും എല്ലാം ഇതായ പ്രശ്നമായിരിക്കുകയാണ്. ഒരു പാർട്ടിയുടെ ഭാഗമായ താങ്കളാണ് ഈ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. എന്ത് വെല്ലുവിളികളും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. അതിൽ യാതൊരു അപ്പീലും ഇല്ല. ഓക്കെ, ശരി. എന്തായാലും ഇത് താങ്കളുടെ പരാതി ഈ പറഞ്ഞതുപോലെയുള്ള കായികമായോ അല്ലെങ്കിൽ മാനസികമായോ ഉള്ള ഒരാക്രമണത്തിനും താങ്കൾ വിധേയരാക്കപ്പെടരുത്, വിധേയമനാകാൻ പാടില്ല. കാരണം നമ്മുടേതൊരു ജനാധിപത്യ സംവിധാനമാണ്. അതൊരു പാർട്ടിക്കകത്താണെങ്കിലും അഭിപ്രായങ്ങൾ പറയാം, വിമർശനങ്ങൾ ഉന്നയിക്കാം. അതിനെ കായികമായോ അല്ലെങ്കിൽ മാനസികമായോ സൈബർ ഇടത്തിലോ ഒന്നും മോശമായ ഭാഷ കൊണ്ടല്ല നേരിടേണ്ടത്. ആ വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. വളരെയധികം നന്ദി ശ്രീ ഷർഷാദ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. സംസ്ഥാനത്ത് നിന്നും മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടായേക്കും. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ മുന്നറിയിപ്പ് ഇല്ല എങ്കിലും നേരിയ മഴയ്ക്കോ ഒറ്റപ്പെട്ട മഴയ്ക്കോ സാധ്യതയുണ്ട്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. CPM-ൽ കത്ത് ചോർത്തൽ വിവാദം ഉൾപ്പെടെ കത്തി നിൽക്കുന്ന സമയം കൂടിയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടെൻസിൽ ശ്രീജ ശ്യാം ചേരും. നമസ്കാരം.